ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മേഡവും മീനാക്ഷിയുടെ ഓഫീസിലിരുന്ന് സംസാരിക്കാൻ കേട്ടോ ദേവിയെക്കുറിച്ചിട്ട്, ശ്രീദേവി എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പോൾ തന്നെ മീനാക്ഷി പറയുന്നുണ്ട്, അയ്യോ എൻ്റെ പൊന്നു മാഡം, അവരെക്കുറിച്ച് ഇതുവരെ ഞങ്ങൾക്ക് എന്നെ പിടികിട്ടിട്ടില്ല. ചിലപ്പോൾ തോന്നും പാവമാണെന്ന്, ചിലപ്പോൾ തോന്നും എന്തോ അവർക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ എന്നൊക്കെ പോലും നമുക്ക് തോന്നാറുണ്ട്. അങ്ങനെയൊന്നുമില്ല. പിന്നെ മീനാക്ഷിയും മിത്രയൊക്കെ വിചാരിച്ചാലേ ശ്രീദേവിയെ നല്ല രീതിയിൽ കൊണ്ടുവരാനൊക്കെ പറ്റും. നോക്കട്ടെ എന്നും പറഞ്ഞ് അവർ ചിരിച്ചിരിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി തന്നെ വീണ മാഡം ആ ഫയലുകൾ മറിച്ച് നോക്കുക കേട്ടോ. നോക്കുമ്പോൾ മുഖ്യമന്ത്രി ഒപ്പിട്ട ആ പേപ്പർ കാണുന്നില്ല. ഉടനെ അവർ ടെൻഷൻ അടിച്ചിട്ട് മീനാക്ഷിയോട് ചോദിക്കുന്നുണ്ട്, മീനാക്ഷി ഇതിനകത്ത് മുഖ്യമന്ത്രി ഒപ്പിട്ട പേപ്പർ എന്തിയേ? ഉണ്ടല്ലോ മാഡം, മാഡം മറിച്ച് നോക്ക്. ഇല്ല, ഞാൻ എല്ലാം നോക്കി. നോക്ക് മീനാക്ഷി നോക്ക്. അങ്ങനെ മീനാക്ഷി വാങ്ങി അത് നോക്കുമ്പോൾ മറിച്ചും തിരിച്ചും ഒക്കെ നോക്കുന്നുണ്ട്. അതിനകത്ത് ആ പേപ്പറേ കാണുന്നില്ല. മീനാക്ഷി സങ്കടം കൊണ്ടങ്ങ് പൊട്ടി കരയാനും തുടങ്ങി കേട്ടോ. അങ്ങനെ അവരെ എണീറ്റിട്ട് പറയാം, ഒരു കാര്യം ചെയ്യ്, വന്നപ്പോൾ തന്നെ അവിടെ മേശപ്പുറത്തെങ്ങാനും കൊണ്ടുവച്ചോ എന്ന് അവിടെ പോയി നോക്ക്. ശരി മാഡം, നോക്കിയിട്ട് വരാമെന്നും പറഞ്ഞ് അവിടെയൊക്കെ പോയി നോക്കുക കേട്ടോ. അപ്പോൾ തന്നെ അതൊന്നും കാണുന്നില്ല. ഓടി വന്നിട്ട് മാഡം അവിടെ ഒന്നും കാണുന്നില്ല. ടെൻഷൻ അടിക്കാതെ പേടിക്കാതെ ഒരു കാര്യം ചെയ്യ്, വീട്ടിലൊന്ന് അന്വേഷിച്ച് നോക്ക്. ഞാൻ ഉറപ്പായിട്ട് ഇതിലെടുത്ത് വച്ചതാ, അതൊന്നും പറയാൻ പറ്റില്ല. ചിലപ്പോൾ വീട്ടിൽ എന്തെങ്കിലും ആവശ്യത്തിന് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുമെന്ന് അറിയില്ലല്ലോ. എന്തായാലും വീട്ടിലൊന്ന് വിളിച്ച് നോക്ക് മീനാക്ഷി. വേണ്ട മാഡം, ഞാൻ വീട്ടിൽ വിളിക്കുന്നില്ല. എന്തായാലും ഞാൻ വീട്ടിൽ പോയി ഒന്ന് അന്വേഷിച്ച് നോക്കാം. വിളിച്ചാൽ ശരിയാകത്തില്ല. എന്നാൽ ഒരു കാര്യം ചെയ്യ്, തൽക്കാലം ഇവിടെ ആരും അറിയരുത് ഈ ഒരു പേപ്പർ മിസ്സായ കാര്യം. അറിയാമല്ലോ, ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഇത് നമുക്ക് നിയമസഭയിൽ അയക്കാൻ വേണ്ടി മേശപ്പുറത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ആരും അറിഞ്ഞ് കുളവാക്കണ്ട. നീ ഒരു കാര്യം ചെയ്യ്, വീട്ടിൽ പോയി അന്വേഷിച്ചിട്ട് വന്ന്. അങ്ങനെ മീനാക്ഷി നേരെ വീട്ടിലേക്ക് ചാടിപ്പിടിച്ച് പോവാട്ടോ. ഈ സമയത്ത് ഓഫീസറെ വിളിക്കുകയാണ് മാഡത്തിന്. ഇന്ന് ഉച്ചയ്ക്ക് തന്നെ ഫയലിൻ്റെ മേശപ്പുറത്ത് എത്തുമല്ലോ അല്ലേ? എത്തും സാർ. എന്തായാലും മീനാക്ഷി എല്ലാം ചെക്ക് ചെയ്ത് ഇവിടെ കൊണ്ട് തന്നിട്ടുണ്ട്. ഞാനത് കൃത്യമായിട്ട് എത്തിച്ചോളാം എന്ന് പറയുകയും ചെയ്യുക. അങ്ങനെ അത് മീനാക്ഷി അറിയിക്കുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ വിളിച്ചിട്ടുണ്ട്, ഞാൻ എത്തിക്കുമെന്ന് വാക്ക് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നീ പെട്ടെന്ന് എന്നെ പൊക്കോളാൻ. അങ്ങനെയാണ് മീനാക്ഷി നേരെ വീട്ടിലേക്ക് എത്തുന്നത് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമ്മുടെ ദേവി അടുക്കളയിലേക്ക് വരുന്നുണ്ട്. അവിടെ ഗോമതിയാണല്ലോ ഇപ്പോൾ അടുക്കള ഭരണമൊക്കെ വീണ്ടും തുടങ്ങിയിരിക്കുന്നത്. അടുക്കളയിൽ കയറുന്ന അമ്മേ, ഞാനത് ചെയ്യട്ടെ ഇത് ചെയ്യട്ടെ എന്ന് ചോദിക്കുക. അപ്പോൾ തന്നെ ഗോമതി പറയണുണ്ട്, മോളെ നീ ഒന്നും മിണ്ടാതിരിക്കുക, ഞാൻ ചെയ്തോളാം, നീ അങ്ങോട്ട് പോയെന്ന് പറയുമ്പോൾ, എന്താ അമ്മേ, അമ്മയ്ക്കും എന്നോട് ഇത്ര ദേഷ്യമാണോ? ദേ മോളെ, എനിക്ക് നിന്നോട് ഒരു ദേഷ്യമില്ല. എനിക്കൊരു ആഗ്രഹമുണ്ട്. എൻ്റെ 3 ആമക്കളും നല്ല രീതിയിൽ ഒറ്റക്കെട്ടായിട്ട് തന്നെ ഇത്രയും നാൾ ജീവിച്ചത്. ഇനി അങ്ങോട്ടും അവർ പരസ്പരം പിണക്കോ ഒന്നുമില്ലാതെ പോകണമെന്ന് എൻ്റെ ആഗ്രഹം. അതുപോലെ വന്നു കയറുന്ന മരുമക്കൾ 3 പേരും എനിക്കുണ്ട്. ഈ 3 പേരും സന്തോഷത്തോടെ നല്ല സ്നേഹത്തോടു കൂടി ഒത്തൊരുമയോടുകൂടി പോകണം. ഇതാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിക്കുമെന്ന് എനിക്ക് പറയില്ല. അതെന്താ അമ്മേ, അമ്മയുടെ ആഗ്രഹങ്ങളൊന്നും സാധിക്കുന്നില്ലേ? എന്നെക്കൊണ്ട് അതിനൊന്നും പറ്റത്തില്ല എന്നാണോ അമ്മ പറയണത്? ഞാനിവിടെ പ്രശ്നക്കാരിയാണോ, വഴക്കാളിയാണോ എന്നാണോ അമ്മ പറയണത്? എൻ്റെ ദേവി, ഞാൻ അങ്ങനെയൊന്നും അല്ല പറഞ്ഞത്. പക്ഷേ ഒരു കാര്യം നീ ആലോചിച്ച് നോക്ക്. ഇവിടെ ആദ്യം കയറി വന്ന മരുമക്കളാണ് 2 പേരും, മീനാക്ഷിയും ഇത്രയും. അവർ 2 പേരും വന്ന് പിറ്റേ ദിവസം തന്നെ ഇവിടവുമായിട്ട് പൊരുത്തപ്പെട്ട് നല്ല രീതിയിൽ പോകാൻ തുടങ്ങി. പക്ഷേ നീ കല്യാണം കഴിഞ്ഞ് ഇത്രയും ദിവസം ആയില്ലേ, ഇവിടെ ആരുമായിട്ടും പൊരുത്തപ്പെട്ട് പോകുന്നതോ സ്നേഹത്തോടെ പോകുന്നതോ ഞാൻ കണ്ടിട്ടില്ല. എപ്പോഴും എല്ലാത്തിനും ഒരു അകൽച്ചയാണ് നീ വയ്ക്കുന്നത്. എന്താ കാര്യം? അതിനിപ്പോൾ എന്താ ഇവിടെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്നൊക്കെ ഇങ്ങനെ ഗോമതി ചോദിക്കുമ്പോൾ, ഇല്ല അമ്മേ, എനിക്ക് അങ്ങനെയൊന്നുമില്ല. എനിക്കും എല്ലായിടത്തും ഒത്തൊരുമയോടെ ഒരുമിച്ച് പോകണമെന്ന് തന്നെ ആഗ്രഹം. അല്ല, അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല. അയ്യോ അമ്മേ, എന്നെ ഇങ്ങനെ മാറ്റി നിർത്തല്ലേ, ഒറ്റപ്പെടുത്തല്ലേ. അമ്മ ഇങ്ങോട്ടാ, ഞാൻ കൂടെ ജോലി ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് ശ്രീദേവി അങ്ങോട്ട് ചെല്ലുന്നുണ്ട്. വേണ്ട ഒന്നും ചെയ്യേണ്ടെന്ന് പറഞ്ഞില്ലേ, നീ അങ്ങോട്ട് പോയേ എന്നും പറഞ്ഞ് മാറ്റി നിർത്താട്ടോ. എന്നിട്ട് പറയണോട്, ദേവി ഞാൻ പറയണത് മനസ്സിലാവുന്നുണ്ടല്ലോ. വന്ന പാടെ നീ എന്താ ചെയ്തത് ഇവിടെ? പിറ്റേ ദിവസം ഞാൻ അച്ഛന് ചോറ് കൊണ്ടു കൊടുക്കുന്നു, ഇവിടെ ഓരോരുത്തരുടെ കുറ്റങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും പറയുന്നു. ഇതൊക്കെ കേട്ട് ഇവിടെ പ്രശ്നങ്ങളാകുന്നു. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കുമെന്ന് പറയുമ്പോൾ ഉടനെ ദേവി പറയാം, അമ്മ അങ്ങനെയൊന്നും വിചാരിക്കരുത്. ഞാൻ പരസ്പരം അടിയുണ്ടാക്കുന്ന ഒരാളാണെന്ന് വിചാരിക്കും. ഞാൻ ഒരു പാവം അമ്മ വിചാരിക്കുന്ന പോലെയല്ല, പഞ്ചപാവമാണ്. പിന്നെ ഇത്തിരി വർത്തമാനം കൂടുതലുണ്ടെന്നേ ഉള്ളൂ, അല്ലാതെ വേറൊന്നുമില്ല. അത് തന്നെയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വീണ്ടും ഗോമതി തിരിഞ്ഞ് നിൽക്കുമ്പോൾ പാത്രങ്ങളൊക്കെ പോയി വാങ്ങുക, ഞാൻ കഴുകിക്കോളാന്നൊക്കെ പറഞ്ഞ് വേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ദേവിയെ പറഞ്ഞു വിടുക കേട്ടോ. അങ്ങനെ ദേവി വലിയ വിഷമത്തിൽ പുറത്തേക്ക് പോകണം. ചെന്ന് നിൽക്കുന്ന സമയത്താണ് ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നത്. നോക്കുമ്പോൾ മീനാക്ഷി ചാടി പിടിച്ച് കയറി വരുക. എന്താ മീനാക്ഷി, ഓഫീസിൽ നേരത്തെ ഇറങ്ങിയോ? ഇല്ല, എനിക്കൊരു ആവശ്യമുണ്ട്. അല്ലെങ്കിൽ ഈ സർക്കാർ ഉദ്യോഗസ്ഥകളൊക്കെ ഇങ്ങനെ തന്നെ, തോന്നുമ്പോൾ വരാൻ തോന്നുമ്പോൾ പോവാ. എന്താ ഭാഗ്യം. അവർക്ക് ശമ്പളവും കിട്ടും. മീനാക്ഷിക്ക് ദേഷ്യം വന്നിട്ട് പറയാം, ദേ ചേച്ചി ഒന്ന് മിണ്ടാതെ നിന്നെ. സർക്കാർ ഉദ്യോഗസ്ഥർക്ക് മാത്രമല്ല, ജോലി ചെയ്താൽ പ്രൈവറ്റ് സ്ഥാപനമായാലും ആരായാലും ശമ്പളം കൊടുക്കും. അത് എല്ലായിടത്തും ഒരുപോലെ തന്നെയാണ്. പിന്നെ ഞാനൊരു ടെൻഷനായിട്ട് ഇവിടെ വന്നത്, എനിക്കൊരു അത്യാവശ്യം ഇടങ്ങ് മാറിക്കേ എന്നും പറഞ്ഞ് മീനാക്ഷി ദേവിയെ തള്ളി മണ്ടിട്ട് അകത്തേക്ക് കയറി ചെല്ലുമ്പോൾ ഗോമതിയും വരാണ് കേട്ടോ. എന്താ മോളെ നീ നേരത്തെ എത്തിയോന്ന് ചോദിച്ചിട്ട്, അല്ല അമ്മേ, എൻ്റെ ഒരു പേപ്പർ, മെയിനായിട്ടുള്ള ഒരു പേപ്പർ എന്ന് ഫയലിൽ വെക്കേണ്ടതാണ്, അത് കാണുന്നില്ല എന്ന് പറയാം. ആണോ, നീ കൊണ്ടുപോയില്ലേ? കൊണ്ടുപോയമ്മേ, പക്ഷെ കാണുന്നില്ല. എന്നാൽ വാ നമുക്കിവിടെ എല്ലാവരും നോക്കാമെന്ന് പറയാം. അങ്ങനെ ദേവിയും എല്ലാവരും കൂടെ നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. ഇതിനിടയിൽ കൂടെ
നമ്മുടെ മീനാക്ഷി പറഞ്ഞിട്ടുണ്ട് അമ്മ അത് പ്രധാനപ്പെട്ട ഒരു ഫയലാണ്, മുഖ്യമന്ത്രി ഒപ്പിട്ട ഒരു ഫയൽ, ഒരു പേപ്പർ കൂടെ ആ ഫയലിനകത്ത് ഉണ്ടായിരുന്നു, അതാ കാണാത്തത്. ഞാൻ ആ ഒരു പേപ്പർ വെച്ചിട്ട് ആ ഫയലെല്ലാം ക്ലിയർ ചെയ്ത് കൊടുത്തത്. അവിടെ അങ്ങനെയാണെങ്കിൽ മോളെ പോകുന്ന വഴിക്ക് ഫയലിൽ നിന്ന് അങ്ങനെ താഴെ പോയി കാണോ? അങ്ങനെയൊന്നും വീണമെന്തോ എനിക്കറിയില്ല. മൊത്തത്തിൽ എനിക്ക് ദേഹം തളരുക, എൻ്റെ ജോലി, മറ്റുള്ള പ്രശ്നങ്ങൾ, ഇത് മുഖ്യമന്ത്രിയുടെ പ്രശ്നങ്ങൾക്ക് വരെ കാരണമാക്കും ഈ ഒരു പേപ്പർ, ഞാൻ കാരണം എന്നും പറഞ്ഞ് തളർന്നിരിക്കുക കേട്ടോ. അങ്ങനെ പെട്ടെന്ന് ഗോമതി മീനാക്ഷിയെ പിടിച്ച് അവിടെ കൊണ്ടിരുത്തിയിട്ട് പറയാം, ഒരു കാര്യം ചെയ്യും, മോളിവിടെ ഇരിക്കും, BP എങ്ങനെ താന്നതായിരിക്കും, മോക്ക് തലകറങ്ങണ പോലെ വരുന്നല്ലേ പറഞ്ഞ് ദേവി അകത്തേക്ക് ചെന്ന് ഒരു ഉപ്പിട്ട വെള്ളം ഇങ്ങെടുത്തിട്ട് വന്നേ, നാരങ്ങ പിഴിഞ്ഞിട്ട് വന്നേന്ന് പറയാം. അങ്ങനെ ദേവി ഓടിച്ചെന്ന് നാരങ്ങ വെള്ളം കൊണ്ടുവരട്ടെ ഉപ്പിട്ട്, അതുകൊണ്ട് കുടിപ്പിക്കുകയാണ്. അപ്പോൾ മീനാക്ഷി മതിയെന്ന് പറഞ്ഞിട്ട് വീണ്ടും ദേവി അത് പറ്റില്ല, കുടിക്കുമെന്ന് പറഞ്ഞ് കുടിപ്പിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇത്രയും പ്രധാനപ്പെട്ട ഒരു പേപ്പർ വളരെ സൂക്ഷിച്ച് വേണ്ടേ മീനാക്ഷി കൈകാര്യം ചെയ്യാനായിട്ട്, അതൊക്കെ വീട്ടിൽ കൊണ്ടുവന്ന് എവിടെയെങ്കിലും കൊണ്ടിടാണോ വേണ്ടത് എന്നൊക്കെ ഇങ്ങനെ ചോദിച്ച് വലിയ ആൾ കളിക്കുന്നുണ്ട് കേട്ടോ ദേവി. അപ്പോൾ ഗോമതി ചോദിക്കുന്നുണ്ട്, മോള് നന്നായിട്ടൊന്ന് ആലോചിച്ച് നോക്ക്, പേപ്പർ എവിടെ വെച്ചു എന്ന് സമാധാനമായിട്ട് ആലോചിക്കുക. അതേ അമ്മേ, ഞാൻ ഇന്നലെ ഇവിടെ അത് വെച്ചിട്ട് രാത്രി മുഴുവനും ജോലി ചെയ്തത്, രാവിലെ അതെല്ലാം റെഡിയാക്കി വെച്ചിട്ട് ആ ഫയൽ ഞാൻ കൊണ്ടുപോയി. രാവിലെ ഞാൻ കണ്ടായിരുന്നു ഇവിടെ ഉള്ളത്, അല്ലാണ്ട് വഴിയിൽ പോകാനുള്ള ഇതുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല എന്ന് പറയാം. ഇനി അകത്ത് വെച്ചപ്പോൾ കാറ്റടിച്ചെങ്ങാനും എവിടെയെങ്കിലും പറന്ന് വീണിട്ടുണ്ടാവോ എന്നും പറഞ്ഞിട്ടാണ് ഞാൻ എല്ലാവരും നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇങ്ങോട്ട് വല്ല പറന്ന് കാണുമോ, അമ്മ കണ്ടോ അങ്ങനെ ഒരു പേപ്പർ എന്ന് ചോദിക്കുകയാണ്. അപ്പോഴാണ് ശ്രീദേവി എടുത്ത് ചോദിക്കുന്നുണ്ട്, ശ്രീദേവി നീ കണ്ടിരുന്നോ ഇതുപോലത്തെ ഒരു പേപ്പർ എങ്ങാനും പറന്ന് വീണത്? ഇല്ലെന്ന് പറയണമെങ്കിലും പെട്ടെന്ന് ദേവിക്ക് ഓർമ്മ വരുവാ കേട്ടോ. രാവിലെ കിട്ടിയ പേപ്പറും ബാലച്ചനെ കൊണ്ട് കാണിച്ചതും ചുരുട്ടി കളഞ്ഞതും ഒക്കെ മനസ്സിൽ കൂടെ ഓടി വരുമോ. ആ നേരം മുതൽ ദേവിക്ക് അങ്ങോട്ട് ടെൻഷനായി. പെട്ടെന്ന് അത് ദിവസം പറയണില്ല കേട്ടോ ഇവരുടെ അടുത്ത്. അപ്പോഴാണ് ബാലൻ വരുന്നത്. ബാലൻ വരുന്നതും ഗോമതി ഓടിച്ചെന്ന്, എന്താ എന്ന് പറ്റി മീനാക്ഷി, നീ നേരത്തെ വന്നോ? ബാലേട്ട, ഇവളുടെ പ്രധാനപ്പെട്ട മുഖ്യമന്ത്രി ഒപ്പിട്ടൊരു പേപ്പർ ഇവൾ കൊണ്ടുവന്നിരുന്നു, അത് ഇന്ന് സബ്മിറ്റ് ചെയ്യേണ്ടതാ, ഇവിടെ കാണുന്നില്ല, എങ്ങോട്ട് പോയി എന്നറിയില്ല. അയ്യോ, ഇതൊക്കെ മോളെ നീ സൂക്ഷിച്ച് വെക്കണ്ടേ, ഇങ്ങനെയാണോ ഉത്തരവാദിത്തമില്ല? അല്ല അച്ഛാ, ഞാൻ സൂക്ഷിച്ച് തന്നെയാണ് വെച്ചത്. അയ്യോ, അത് പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യമാണോ? പ്രശ്നം ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇനി എന്താ ചെയ്യുക? ബാലേട്ടനൊന്ന് വന്നേ, ഇങ്ങോട്ട് വാ നോക്കാം എന്നും പറഞ്ഞ് നമുക്ക് എല്ലാവർക്കും കൂടെ ഒന്ന് നോക്കിയാലോ. ഒരു കാര്യം ചെയ്യും, ഞാനും മീനാക്ഷിയും കൂടെ പോയി ഒന്നുകൂടെ നോക്കാം എന്നും പറഞ്ഞ് അവരകത്തേക്ക് പോവാം. അപ്പോൾ ബാലൻ പറയുന്നുണ്ട്, ദേവി മോളെ നീയും കൂടെ ചെല്ല്. പോവാം എന്നും പറഞ്ഞിട്ട് നേരെ പോയി അവിടേക്ക് നോക്കിയിട്ട് ഇവരകത്ത് കയറുന്നതും ബാലച്ചൻ്റെ കയ്യെ പിടിച്ച് വലിച്ചിട്ട് നേരെ മുറിയിലേക്ക് കൊണ്ടുപോകട്ടോ ദേവി. അച്ഛാ ഒങ്ങി വന്നേ, എനിക്കൊരു കാര്യം പറയണമെന്ന്, വാ ഓടി വാ. എന്താ മോളെ, എന്താ പ്രശ്നം? വലിയൊരു പ്രശ്നമുണ്ട് ബാലച്ച. എന്താ കാര്യമെന്ന് പറ മോളെ. അതല്ല, രാവിലെ ഞാനൊരു പേപ്പർ കിട്ടിയെന്ന് പറഞ്ഞ് വായിക്കാൻ കൊണ്ട് തന്നില്ലേ, നമ്മളത് ചുരുട്ടി കളയാൻ ബാലച്ചൻ പറഞ്ഞില്ലേ, ആ പേപ്പറായിരുന്നു അതായിരുന്നു തോന്നണമെന്ന് പറയാ. അയ്യോ, അതായിരുന്നു ദൈവമേ, ഇത്രയും പ്രധാനപ്പെട്ട പേപ്പറോ? ഞാൻ നിന്നോട് വായിച്ച് നോക്കാൻ പറഞ്ഞതല്ലേ, എന്നിട്ട് നീ വായിച്ച് നോക്കിയില്ലേ മോളെ? അല്ല, അത് ഞാൻ എന്തോ ഒന്ന് ഓടിച്ച് വായിച്ചതേ ഉള്ളൂ, പ്രധാനപ്പെട്ട പേപ്പറാണെന്ന് എനിക്ക് തോന്നിയില്ല. പിന്നെ നീ എന്തിനാ മോളെ ഇത്രയും വലുതായിട്ട് പഠിച്ച് ഇംഗ്ലീഷൊക്കെ അറിയാന്നുള്ളൂ, നല്ലപോലെ വായിച്ചൊക്കെ നോക്കണ്ട്. അല്ല അച്ഛാ, ഇപ്പം അതല്ല പ്രശ്നം. എന്നാൽ പിന്നെ ഒരു കാര്യം ചെയ്യും, ആ പേപ്പർ ഇങ്ങനെ ചെയ്തു എന്നുള്ളത് നമുക്ക് മീനാക്ഷിയോട് പറഞ്ഞാലോ? അയ്യോ വേണ്ട ചാ, വേണ്ട, കുടുങ്ങും, നമ്മൾ രണ്ടുപേരും കുടുങ്ങും, അത് പറയേ ചെയ്യരുത്. അതെന്താ? അല്ല, പറഞ്ഞു കഴിഞ്ഞാലേ ഞാൻ മാത്രമല്ല അച്ഛനും കുടുങ്ങും എന്ന് പറയുമ്പോൾ ഞാനും കുടുങ്ങുമോ? എനിക്കും പ്രശ്നമാവോ? അതെന്താ കാര്യം? അതൊക്കെ കാര്യമുണ്ട്, അച്ഛനൊന്ന് വന്നേ, നമുക്ക് ആ പേപ്പറെ ഞാൻ ചുരുട്ടിക്കൂട്ടി ബാക്കിലോട്ടാണ് എറിഞ്ഞത്, അവിടെ പോയി ഒന്ന് നോക്കിയാലോ എന്നും പറഞ്ഞു ഓടിപ്പോയി നോക്കാട്ടെ രണ്ടുപേരും കൂടെ. അവിടെ ചെല്ലുമ്പോൾ ചുരുട്ടിക്കൂട്ടി ഒരു പേപ്പർ അവിടെ കിടപ്പുണ്ട്. അതെടുത്ത് തുറന്ന് നോക്കുമ്പോൾ വെറും വെള്ള പേപ്പറാണ്, ആ പേപ്പറേ അല്ല. അത് കാണുമ്പോൾ ബാലൻ തകർന്നു പോകുന്നുണ്ട്. അയ്യോ മോളെ, ഇതെന്താ ഇത്? വെള്ള പേപ്പറാണല്ലോ, ഇതിലൊന്നും എഴുതിയിട്ടില്ലല്ലോ. അപ്പം മറ്റേ പേപ്പർ എന്തേ? അച്ഛാ, ഞാൻ ഇവിടെ തന്നെ ചുരുട്ടി എറിഞ്ഞത്, എനിക്ക് തോന്നുന്നു ഇനി അമ്മ എങ്ങാനും എടുത്ത് അടുപ്പിനകത്ത് വല്ലതും വെച്ചോ എന്തോ. ഈശ്വര, ആവശ്യമില്ലാത്ത പേപ്പറാണെന്നും പറഞ്ഞു. ദൈവമേ, ഇനി നമ്മൾ എന്ത് ചെയ്യും? മീനാക്ഷിക്ക് ആകെ കുഴപ്പമാവുമല്ലോ. ഒരു കാര്യം ചെയ്യാം, ഈ സംഭവം നമുക്ക് മീനാക്ഷിയോട് പറയാം, മോൾ ഇങ്ങോട്ട് വന്നേ. വേണ്ട അച്ഛാ, പറയരുത്, ഒരു കാരണവശാലും പറയല്ലേ നമ്മളാണിത് ചെയ്തതെന്ന്. അതെന്താ പറഞ്ഞാൽ ഞാൻ മാത്രമല്ല പ്രശ്നക്കാരനാവണം, അച്ഛനും ഇതിൽ കുടുങ്ങും. നീ എന്തിനാ മോളെ എപ്പോഴും ഇങ്ങനെ പറയണേ, എന്നെയും കൂടെ ചേർത്ത്? അതിൻ്റെ ആവശ്യം എന്താ? അതേ, അച്ഛൻ പറഞ്ഞിട്ടല്ലേ ഞാൻ കൊണ്ട് കളഞ്ഞത്, അതിന് നീ എന്താ വായിച്ച് നോക്കിയിട്ട് കളയാനല്ലേ ഞാൻ പറഞ്ഞത്? നിനക്കെന്താ വായിക്കാൻ അറിയില്ലേ? നീ പഠിപ്പും വിദ്യാഭ്യാസവും ഒക്കെ ഉള്ള ഒരാളല്ലേ? അല്ല, എന്നാലും പെട്ടെന്ന് അച്ഛൻ പറഞ്ഞിട്ടാണല്ലോ ഞാനത് ചെയ്തത് എന്ന് മീനാക്ഷി ബാലൻ്റെ തലയെ കൊണ്ടിട്ട് കൊടുക്കാം കേട്ടോ. ബാലനും പെട്ടുപോയി. അങ്ങനെ രണ്ടുപേരും ഭയങ്കര ടെൻഷനിലാണ്. ഒരു കാര്യം വാ അകത്തേക്ക് പോവാം. അവിടെ ഗോമതി കിടന്ന് വിളിക്കുന്നുണ്ട്, ബാലയുടെ അകത്തേക്ക് കയറി വാന്ന്. അങ്ങനെ ഓടി ചെല്ലടോ. അങ്ങനെ കണ്ടോ കിട്ടിയോ എന്നൊക്കെ ചോദിക്കാം. ഇല്ല അച്ഛാ, ഇവിടെ എല്ലാവരും നോക്കി. അയ്യോ, എല്ലാവരുടെയും ടെൻഷൻ കാരണം ഇനി എന്ത് ചെയ്യും? ബാലനും ശ്രീദേവിക്ക് ഈ സംഭവം പറയാനും പറ്റുന്നില്ല, ഇങ്ങനൊരു പേപ്പർ കിട്ടിയ കാര്യം. അവസാനം ബാലന് പെട്ടെന്നൊരു കോള് വരണുണ്ട് കടയിൽ നിന്ന്. അപ്പോൾ പറയണ, അതെ ഞാൻ എത്തിക്കൊള്ളാം കേട്ടോ, ഇപ്പോൾ
നോക്കിക്കൊള്ളാം എന്ന് പറയുമ്പോൾ മീനാക്ഷി പറയാം, അച്ഛനൊരു കാര്യം ചെയ്തോ, പൊക്കോ മോളെ, നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ ഞാനെങ്ങനെയാണ്, ഒന്നും കുഴപ്പമില്ല അച്ഛാ, ഞാൻ എങ്ങനെയെങ്കിലും ചെയ്തോളാം, അച്ഛൻ പൊക്കോ എന്ന് പറയാം. അങ്ങനെ ബാലിനെ പറഞ്ഞു വിടുക കേട്ടോ. അങ്ങനെ ദേവി ആകെ വെപ്രാളം പിടിച്ചിരിക്കുക. എന്നിട്ട് ദേവി പറഞ്ഞിട്ട് ശ്രീദേവി മീനാക്ഷി നമുക്ക് നോക്കാം, വിഷമിക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ആകെ തകർന്നു പോയി കേട്ടോ, പെട്ടുപോയി. ഇനി അത് പറഞ്ഞു കഴിഞ്ഞാൽ ദേവി അവിടെ കള്ളിയാവും, പ്രശ്നം മനഃപൂർവ്വം എടുത്ത് കീറിക്കളഞ്ഞതാണ് തന്നെയല്ലേ പറയത്തുള്ളൂ. അതുകൊണ്ട് ചെന്ന് ആശ്വസിപ്പിക്കുന്നുണ്ട്, ഇത് കിട്ടും, സമാധാനപ്പെട്. എന്നിട്ട് പറയാനുണ്ട്, മീനാക്ഷി നീ സമാധാനത്തോട് ആലോചിച്ച് നോക്ക് കേട്ടോ, ടെൻഷനൊന്നും അടിക്കണ്ട എന്ന് പറഞ്ഞ് അങ്ങനെ മീനാക്ഷി ആകെ പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. ഈ സമയം കൃഷ്ണമംഗലത്ത് ഭയങ്കര സന്തോഷത്തിൽ അച്യുതൻ വരുക. ഒരു ഫോൺ വന്ന് ആ ഒരു സന്തോഷത്തിൽ അമ്മയും ഏട്ടനെയും ഏട്ടത്തെയും ഭാര്യയും മോനെയും ഒക്കെ വിളിക്കുന്നുണ്ട്, ഓടി വാന്ന് പറഞ്ഞു. അങ്ങനെ അവർ ഓടി വരുമ്പോൾ ചോദിക്കുകയാണ്, എന്താ അച്ഛാ നിനക്ക് ഇത്ര സന്തോഷം? അല്ല, നമ്മുടെ ശിവാനന്ദൻ മുതലാളിയില്ലേ, വലിയ ബിസിനസ്സുകാരനാണ്, അദ്ദേഹത്തിൻ്റെ മോളെ നമ്മളെ അലോകിന് വേണ്ടി ആലോചിക്കട്ടെ എന്ന് ചോദിക്കാൻ വേണ്ടി അയാളിപ്പോൾ വിളിച്ചിരുന്നു. ആണോ? ഓ സന്തോഷമായാലും, നല്ല കാര്യമല്ലേ ഇത്, ഇതുപോലൊരു ബന്ധം ആർക്കും കിട്ടത്തില്ല, അത്രയ്ക്ക് നല്ല ബന്ധമാണ്. ശിവാനന്ദ മുതലാളി എന്ന് പറഞ്ഞാലേ ഭയങ്കര വലിയ ആളാണ്, പണത്തിലായാലും പ്രശസ്തിയിലായാലും അയാൾക്ക് എത്ര സ്ഥാപനങ്ങളാണ് ഉള്ളതെന്നറിയോ. അദ്ദേഹത്തിൻ്റെ മോളെ നമ്മൾ അലോകിനെ ആലോചിക്കാന്ന് വെച്ചാൽ ഇതിൽ കൂടുതൽ എന്താ ഭാഗ്യം അല്ലേ എന്ന് പറയുമ്പോൾ രാജശ്രീക്ക് അങ്ങ് സന്തോഷം കൊണ്ട് തുള്ളി ചാടുക കേട്ടോ. അങ്ങനെ നന്ദിതയും പറയുന്നുണ്ട്, നമുക്കെന്നാൽ ഇത് ആലോചിക്കാം. അപ്പോൾ അമ്മയുടെ അഭിപ്രായം എന്താ? എനിക്ക് സന്തോഷം തന്നെയാടാ, ഇവിടെ ഓടിച്ചാടി തുള്ളി കളിച്ച് നമുക്കൊരു പെൺകുട്ടി ഉണ്ടായിരുന്നു, അവളിപ്പോൾ ഇല്ല, അതിന് പകരം ഇവിടെ വേറൊരു പെണ്ണ് വരണം, എന്നാലേ ശരിയാവത്തുള്ളൂ എന്ന് അമ്മയും പറയാം കേട്ടോ. അങ്ങനെ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണ്. എന്നിട്ട് നമുക്കിപ്പോൾ തന്നെ തിരിച്ച് ഇത് സമ്മതമാണെന്ന് വിളിച്ച് പറഞ്ഞേക്കാം. അലോകെ നിനക്ക് സമ്മതമാണോടാ, നിൻ്റെ സമ്മതം കൂടെ അറിയണ്ടേ? അപ്പോൾ അലോക് ചെറുതായിട്ടൊന്ന് പുഞ്ചിരിക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും കണ്ടോ അവന് സന്തോഷം തന്നെയാണ്, നാണം കണ്ടില്ലേ എന്നും പറഞ്ഞ് അലോകിന് ചെറുതായിട്ട് എല്ലാവരും കൂടെ കളിയാക്കുക. എന്നിട്ട് അച്യുതൻ പറയുന്നുണ്ട്, എന്തായൊക്കെ തന്നെയായാലും ഈ കല്യാണം നല്ല വിപുലമായിട്ട് നടത്തണം ഏട്ടാ. അപ്പുറത്തെ ദേവമംഗലത്ത് ആനന്ദിൻ്റെ കല്യാണം നമ്മളോടുള്ള വാശി തീർക്കാൻ വേണ്ടിയിട്ടാണ് ഭയങ്കര ഗംഭീരമായിട്ട് നാടൊട്ടൊക്കെ വിളിച്ച് എന്താ ആഘോഷത്തിലായിരുന്നു ആനന്ദിൻ്റെ കല്യാണം ബാലൻ നടത്തിയത്. പക്ഷേ അതിനപ്പുറത്ത് വലിയ കല്യാണമായിരിക്കണം നമ്മളിവിടെ നടത്തേണ്ടത്, അല്ലെങ്കിലും ഈ വീട്ടിലൊരു കല്യാണം എത്രയും വേഗം നടക്കണം, എന്നാലേ ശരിയാകത്തുള്ളൂ എന്ന് അച്യുതൻ തീരുമാനിച്ച് നിൽക്കട്ടെ. അങ്ങനെ അലോകിൻ്റെ കല്യാണം നടത്താമെന്നുള്ള സന്തോഷത്തിലാണ് എല്ലാവരും കൂടെ നിൽക്കുന്നത്. ഗോമതി സ്റ്റോറിലേക്ക് ചെന്ന ബാലൻ ടെൻഷൻ തന്നെ, അയാൾക്ക് എന്താ ചെയ്യണമെന്ന് അറിയില്ല, തലയിൽ കൈയും വെച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. മീനാക്ഷിക്ക് എന്തെങ്കിലും കുഴപ്പം വരുമെന്നുള്ള പേടിയുണ്ട് കേട്ടോ. വാ തുറന്ന് സത്യം പറയാനോട്ട് സമ്മതിക്കുന്നുമില്ല ആ ദേവി, എല്ലാം കൊണ്ട് പെട്ടിരിക്കണത്. അപ്പോഴാണ് നമ്മുടെ രാമേട്ടൻ വന്ന് ചോദിക്കുക, എന്താ ബാല നീ ഇങ്ങനെ വിഷമിച്ചിട്ടുണ്ടെങ്കിൽ നീ പ്രശ്നമുണ്ടോ? പറ എന്ന് പറയാം. എനിക്കൊന്നുമില്ല രാമേട്ട, ഒരു കുഴപ്പമില്ല. എടാ ബാല, നീ അല്ലെങ്കിൽ ഇങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കില്ല, കടക്കാരുമായിട്ട് എന്തെങ്കിലും ഇല്ലെന്നല്ലേ പറഞ്ഞത് ബാലേട്ടാന്ന് പറയാം കേട്ടോ. ബാലേട്ടനോ? നീ പേര് പോലും മറന്നാടോ. ഓ രാമേട്ടൻ, നിങ്ങളൊന്ന് പോയേ, എനിക്കൊന്ന് ഒറ്റയ്ക്ക് ഇരിക്കണം, എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ തുറന്നു പറ. അയ്യോ തുറന്നു പറയാനൊന്നും എനിക്ക് പറ്റത്തില്ല, നിങ്ങളൊന്ന് പോയി തരാവോ എന്നും പറഞ്ഞ് രാമേട്ടനെ അവിടെ ദേഷ്യം പിടിച്ച് പറഞ്ഞു വിടും കേട്ടോ. ഇതിനിടയിൽ കൂടെ പാവം നമ്മുടെ ബാലനാണെങ്കിൽ ആലോചിക്കുന്നുണ്ട്, ടെൻഷൻ തന്നെ കേട്ടോ. ബാലനെ ആലോചിക്കുക, ദൈവമേ എൻ്റെ ഭഗവാനെ, എൻ്റെ പൊന്നു ദേവി, എൻ്റെ മീനാക്ഷിക്ക് ഒരു കുഴപ്പം വരുത്തല്ലേ, ഈ പേപ്പറിനെ ചൊല്ലി അവൾക്ക് ഒരു പ്രശ്നങ്ങളും ഉണ്ടാക്കല്ലേ എന്നിങ്ങനെ പ്രാർത്ഥിച്ചിരിക്കുക കേട്ടോ. അതാണ് ഇന്നത്തെ എപ്പിസോഡ് തീരുന്നത്. പുതിയൊരു എപ്പിസോഡ് വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.